കൊണ്ടുപോകുന്ന സമയത്ത് പോലീസുകാർ സഹായിക്കാൻ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു കള്ളനെ കൂടെ കൂട്ടി. ഒരുപക്ഷെ മഹാഭാഗ്യം VS എന്ന വിപ്ലവകാരിയെ ഈ കേരളത്തിന് തിരിച്ചു തന്നത് ആ കള്ളനാണ്. തളർന്നു വീഴാൻ പോയിരുന്ന എൻ്റെ അച്ഛനെയും അമ്മയും ജീവിതത്തിൻ്റെ പോരാട്ടത്തിൽ കൈപിടിച്ചുയർത്തിയത് ഈ സഖാവാണ്. അന്ന് മുതൽ ഈ സഖാവിൻ്റെ പാർട്ടിക്കൊപ്പം ഞാനുണ്ട്. ആ സഖാവിൻ്റെ മൃതശരീരത്തിനോടൊപ്പം വലിയ ചുടുകാട് വരെ ഞാൻ ഓടിയാലും ഞാൻ തളരില്ല. എൻ്റെ ഒക്കത്തിരിക്കുന്ന കുട്ടി വീടില്ല. ഒരു വർഷം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ VS എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹിക്കുന്നവരുടെ കണ്ണും കരളുമായി ജീവിച്ച പ്രിയപ്പെട്ട സഖാവിൻ്റെ ഓർമ്മ ദിനത്തിലാണ് ഈ സന്ധ്യാനേരത്ത് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. എൻ്റെ മുൻ പ്രാസംഗികർ രണ്ടുപേരും VSൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു പോയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സുദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറഞ്ഞതുപോലെ 4 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയടക്കം നഷ്ടപ്പെട്ട സഖാവ് VS. ഓർമ്മകൾ ഓർത്ത് എഴുതിയെടുത്തവർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്, അച്ഛൻ നഷ്ടപ്പെട്ട് ചേട്ടൻ്റെ തണലിൽ വളരുന്ന കാലത്താണ് കോളറ എന്ന മഹാരോഗം ബാധിച്ച് അമ്മ മരിക്കുന്നത്. അന്ന് കോളറ ബാധിച്ചവരെ വീട്ടിൽ നിന്ന് മാറ്റി പുറത്ത് കെട്ടുന്ന ഒരു ഷെഡിലായിരുന്നു അത്രേ താമസിപ്പിച്ചിരുന്നത്. കോവിഡ് കാലത്ത് അകലം പാലിച്ച് ജീവിച്ച് നമുക്കതിൻ്റെ ചെറിയൊരു ഓർമ്മയേ ഉണ്ടാവും. പഴയ തലമുറക്ക് കുറച്ചുകൂടി അതിൻ്റെ ഒരു വ്യക്തതയുണ്ടാവും. അമ്മ മരിക്കാൻ നേരത്ത് ഏട്ടൻ്റെ കൈപിടിച്ച് ദൂരെ നിന്ന് ആ ഓലമറയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പയ്യൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ചരിത്രം എഴുതിയവർ വരച്ചിട്ടിട്ടുണ്ട്. ഓലക്കീറുകൾക്കിടയിലൂടെ കാണുന്ന അമ്മയുടെ കണ്ണിനെക്കുറിച്ച് VS പിന്നീടൊരിക്കൽ പറയുകയുണ്ടായി. അനാഥനായ ബാലൻ, 7ാം ക്ലാസ്സിനപ്പുറം പഠിക്കാൻ കഴിയാതെ പോയ ഒരു മനുഷ്യൻ, എന്നാൽ ഈ കേരളത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി പിന്നീട് വളർന്നു വരികയാണുണ്ടായത്. കൃഷ്ണപിള്ളയാണ് VSനെ കണ്ടെത്തിയത്. എല്ലാം ഇവിടെ പറഞ്ഞു ആവർത്തിക്കുന്നില്ല. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സമരമായ പുന്നപ്ര വയലാറിൻ്റെ ധീരനായകൻ. ആ സമരത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റത്തിനിടയിൽ കൊല്ലപ്പെട്ട 4-5 പോലീസുകാരുടെ മരണത്തിന് കാരണക്കാരൻ VS ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധികാരി വർഗത്തിൻ്റെ വേട്ടപ്പട്ടികൾ വേട്ടയാടുമ്പോൾ പാർട്ടി നിർദ്ദേശിക്കപ്പെട്ട ഒളിത്താവളങ്ങളിലായിരുന്നു മാറി മാറി അദ്ദേഹം താമസിച്ചിരുന്നത്. അങ്ങനെ ഒരിടത്ത് വെച്ച് അവസാനം VSനെ പിടികൂടുകയാണ്. പിടികൂടപ്പെട്ട VSനെ ക്രൂരമർദ്ദനത്തിന് ഇടയാക്കുന്നുണ്ട്, അടിച്ചു വീഴ്ത്തുന്നുണ്ട്, കാൽവെള്ളയിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ തളർന്ന അവസനായ സഖാവിനെ ലോക്കപ്പിൽ വീണ് കിടക്കുമ്പോൾ കാലുകൾ രണ്ടും പുറത്തേക്ക് വലിച്ചു നീട്ടിയിട്ട് ആ ലോക്കപ്പിൻ്റെ കമ്പി അഴികളിൽ അദ്ദേഹത്തിൻ്റെ കാല് ബന്ധിച്ച് ഉള്ളംകാലിൽ ബയണറ്റ് കുത്തിക്കയറ്റുകയാണ്. അങ്ങനെ സഹിക്കാനാവാത്ത മർദ്ദനങ്ങൾക്കൊടുവിൽ സഖാവ് മരിച്ചെന്ന് പോലീസുകാർ വിശ്വസിക്കുകയാണ്. പിന്നെ ആ ശവം ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നശിപ്പിക്കണം. അത് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസുകാർ സഹായിക്കാൻ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു കള്ളനെ കൂടെ കൂട്ടി. ഒരുപക്ഷെ മഹാഭാഗ്യം VS എന്ന വിപ്ലവകാരിയെ ഈ കേരളത്തിന് തിരിച്ചു തന്നത് ആ കള്ളനാണ്. പോലീസിൻ്റെ ഭാഷ്യത്തിലെ മൃതശരീരവുമായി കടന്നു പോകുമ്പോൾ ആ ജീപ്പിലിരുന്ന കള്ളനൊരു സംശയം, അദ്ദേഹത്തിന് ജീവനുണ്ടോ? വിരൽ വെച്ച് നോക്കുകയാണ് മൂക്കിനടുത്ത്. അപ്പം കള്ളം വിളിച്ചു പറഞ്ഞു, സഖാവിന് ജീവനുണ്ട്. ഒരു കള്ളൻ ഈ കേരളത്തിന് തിരിച്ചു തന്ന വിപ്ലവകാരി ഈ നാട്ടിലെ എല്ലാ
കള്ളന്മാരെയും കൊള്ളക്കാരെയും ജയിലിലടക്കുന്ന മഹാനേതാവായി വളർന്ന് പടർന്ന് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ മാത്രമില്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ സ്ഥാപക CPIM-ൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായും 3 തവണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് VS. അന്ത്യയാത്രയെക്കുറിച്ച് സഖാവ് ഇവിടെ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ജൂലൈ ഇതുപോലെയല്ല, നിറഞ്ഞു പെയ്യുകയായിരുന്നു. പ്രകൃതി കണ്ണീർ വാർക്കുമ്പോൾ തിരുവനന്തപുരത്തെ AKG സെൻറ്ററിൽ നിന്ന് ആലപ്പുഴയിലെ ചുടുകാട്ടിലേക്ക് 123 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആ മൃതശരീര വിലാപയാത്ര എടുത്തത് 22 മണിക്കൂറാണ്. വഴിത്താരകളിൽ നിറഞ്ഞു നിന്ന ജനക്കൂട്ടം പെയ്തു തീരുന്ന മഴയേക്കാൾ കണ്ണീര് പെയ്ത് സഖാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ ടെലിവിഷൻ ചാനലിൻ്റെ മുമ്പിൽ കണ്ണടക്കാതെ ഇരുന്ന് കണ്ടതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അതിലൊരു കാഴ്ച, ഹൃദയസ്പൃക്കായ ഒരു രംഗം എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ വിലാപയാത്ര നിശ്ചയിച്ചാലും വളരെ വൈകി ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് പേര് വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ 3-4 വയസ്സ് പ്രായമുള്ള തൻ്റെ മകനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഒരു വീട്ടമ്മ അങ്ങനെ നിൽക്കുന്നുണ്ട്. അവരാലപ്പുഴക്കാരിയല്ല, പത്തനംതിട്ടയിൽ നിന്ന് മലയിറങ്ങി തലേ ദിവസം വൈകുന്നേരം മുതൽ സഖാവിനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ വഴിയരികിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് വിലാപയാത്ര കടന്നു വരുന്നത്. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നാർത്ത് വിളിക്കുന്ന ജനക്കൂട്ടത്തോടൊപ്പം തൻ്റെ കുഞ്ഞിനെ ഒക്കെ തിരുത്തി അവർ പോയി ആ വിലാപയാത്രയുടെ വാഹനത്തിലൊന്ന് തൊട്ടു. തൻ്റെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാഹനം അവിടുത്തെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങി മെല്ലെ പതിയെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെയുമായി ആ അമ്മ ഈ വിലാപയാത്രയുടെ പിറകെ ഇങ്ങനെ ഓടുകയാണ്. പലപ്പോഴും കുഞ്ഞ് താഴെ വീഴാൻ പോകുന്നുണ്ട്. അവിടെയുള്ള പോലീസുകാരും റെഡ് വോളണ്ടിയർമാരും ഓടി അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വീണ്ടും കുതിരയോടി അവസാനം അവരെ സഖാക്കളെ പിടിച്ചിരുത്തി അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഓടിയാൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ കുട്ടി താഴോട്ട് വീണു പോകില്ലേ? അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എൻ്റെ ഒക്കത്തിരിക്കുന്ന ഈ കുട്ടിയുടെ പ്രായത്തിൽ എൻ്റെ അമ്മയുടെ ഒക്കത്തിരുന്ന ഞാൻ ഈ മനുഷ്യനെ ആദ്യമായി കേൾക്കുന്നത്. തളർന്നു വീഴാൻ പോയിരുന്ന എൻ്റെ അച്ഛനെയും അമ്മയും ജീവിതത്തിൻ്റെ പോരാട്ടത്തിൽ കൈപിടിച്ചുയർത്തിയത് ഈ സഖാവാണ്. അന്ന് മുതൽ ഈ സഖാവിൻ്റെ പാർട്ടിക്കൊപ്പം ഞാനുണ്ട്. ആ സഖാവിൻ്റെ മൃതശരീരത്തിനോടൊപ്പം വലിയ ചുടുകാട് വരെ ഞാൻ ഓടിയാലും ഞാൻ തളരില്ല. എൻ്റെ ഒക്കത്തിരിക്കുന്ന കുട്ടി വീഴില്ല. അതിനപ്പുറം ആ സഖാവിനോട് ഈ നാടിനുള്ള വൈകാരികതയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതായിരുന്നു സഖാവ് VS.